സമീപകാല ഇന്ത്യ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ വിഷയങ്ങളാണ് നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയും CBSE 12ാം ക്ലാസ് ഫലപ്രഖ്യാപനത്തിലുണ്ടായ ഗുരുതര വീഴ്ചയും. ഇത് ആദ്യത്തേതായിരുന്നില്ല എന്നതിനാലാണ് ധാർമ്മികത ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന ആവശ്യം ശക്തമായത്. AISF ഉൾപ്പെടെ വിദ്യാർത്ഥി സംഘടനകളും വിദ്യാഭ്യാസ പ്രവർത്തകരും ഈ ആവശ്യം ഉന്നയിച്ച് പ്രക്ഷോഭം നടത്തി വരികയാണ്. അതിനിടയിലാണ് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേരിൽ പുതിയൊരു സമൂഹ മാധ്യമ കൂട്ടായ്മ രൂപം കൊണ്ടത്. പ്രധാനമായും പരീക്ഷാ കുംഭകോണമാണ് അവരുടെ വിഷയമായതെങ്കിലും യുവാക്കൾ അഭിമുഖീകരിക്കുന്ന മറ്റ് പ്രശ്നങ്ങളും ചർച്ചാ വിഷയമായി. സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ആ കൂട്ടായ്മയും പരസ്യ പ്രക്ഷോഭത്തിന് തയ്യാറായി. ഉന്നയിക്കുന്ന വിഷയം സമകാലികവും സുപ്രധാനവുമാണ് എന്നതിനാൽ ഇതര വിദ്യാർത്ഥി, യുവജന, മഹിളാ സംഘടനകളും പാർട്ടികളും പ്രക്ഷോഭത്തിന് പിന്തുണ നൽകുകയും ഐക്യദാർഢ്യവുമായി എത്തുകയും ചെയ്തു. തുടക്കം മുതൽ തന്നെ CJP കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരിനെ നോട്ടപ്പുള്ളിയായിരുന്നു. അതിന്റെ ഭാഗമായി സമൂഹ മാധ്യമത്തിലെ സാന്നിധ്യം ഇല്ലാതാക്കുന്നതിന് ശ്രമങ്ങളും കേന്ദ്ര സർക്കാർ നടത്തുകയുണ്ടായി. എങ്കിലും പുതിയ തലമുറയുടെ വർദ്ധിത പിന്തുണയോടെ മുന്നോട്ട് പോവുകയാണ് സംഘടന. പക്ഷേ ഏത് വിധേനയും സംഘടനയെയും അവരുടെ കൂടെ ചേരാൻ സന്നദ്ധമായവരെയും പരാജയപ്പെടുത്താമെന്ന വ്യാമോഹത്തിൽ കായികമായി കൈകാര്യം ചെയ്യുന്ന സമീപനം കേന്ദ്ര ഭരണത്തിന് നേതൃത്വം നൽകുന്ന BJPയുടെ പിന്നണി സംഘടനകളിൽ നിന്നുണ്ടാകുന്നുണ്ട്. അതിന്റെ തെളിവായിരുന്നു കഴിഞ്ഞ ദിവസം രാജ്യ തലസ്ഥാനത്ത് നടന്ന പ്രതിഷേധത്തിൽ ഐക്യദാർഢ്യവുമായി എത്തിയ CPI, NFIW, AIYF, AISF നേതാക്കൾക്കും പ്രവർത്തകർക്കുമെതിരെ ഉണ്ടായ അതിക്രമം. പ്രക്ഷോഭം നടന്ന ജന്തർ മന്ദറിൽ കൂടെ നിന്ന് പ്രവർത്തകർക്കൊപ്പം മുദ്രാവാക്യം വിളിക്കുകയായിരുന്ന CPI കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം ആനി രാജ, AISF പ്രസിഡന്റ് വീരജ് ദേവാഗ്, AIYF സെക്രട്ടറി ഹരീഷ് ബാല, ഡൽഹി സംസ്ഥാന സെക്രട്ടറി ഷിജോ വർഗീസ്, NFW ജനറൽ സെക്രട്ടറി നിഷ സിദ്ധു തുടങ്ങിയവർക്ക് നേരെയായിരുന്നു ആക്രമണമുണ്ടായത്. ഒരു സംഘം ക്രിമിനലുകൾ RSS സിന്ദാബാദ് തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ മുഴക്കി പ്രവർത്തകർക്കിടയിലേക്ക് അതിക്രമിച്ച് കയറിയത് ചോദ്യം ചെയ്തപ്പോൾ നേതാക്കളെ ആക്രമിക്കുകയായിരുന്നു. നിഷ സിദ്ധുവിനൊപ്പം 3 പ്രവർത്തകരെയും തള്ളിയിടുകയും ചെയ്തു. അതിനിടയിലാണ് ആനി രാജയ്ക്ക് നേരെ കയ്യേറ്റമുണ്ടായത്. ജനകീയ പ്രശ്നങ്ങൾ ഉന്നയിച്ച് നടക്കുന്ന പല സമരങ്ങൾക്കും നേരെ അസഹിഷ്ണുക്കളായ RSS സംഘപരിവാർ സംഘടനകളുടെ ഭാഗത്തു നിന്നും ഇതുപോലെ അതിക്രമങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. 2017-18 കാലത്ത് UGCയുടെ വിദ്യാർത്ഥി വിരുദ്ധ നടപടികൾക്കെതിരെ നടന്ന ഡൽഹിയെ പിടിച്ചുലച്ച പ്രക്ഷോഭത്തിന് നേരെ RSS അതിക്രമങ്ങളുണ്ടായി. പിന്നീട് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായി രാജ്യവ്യാപക പ്രക്ഷോഭം ഉണ്ടായപ്പോഴും സമാന രീതിയിലുള്ള കയ്യേറ്റങ്ങളും അതിക്രമങ്ങളും നടന്നു. ജാമിയ മിലിയയിലും ഹഷീൻ ബാഗിലും ഒക്കെ നടന്ന പ്രതിഷേധങ്ങളെ നേരിടുന്നതിന് ഡൽഹി പോലീസ് മാത്രമല്ല ഈ സംഘടനകളും രംഗത്തുണ്ടായിരുന്നു. അത് കായികമായ അതിക്രമങ്ങളായതും നിരവധി പേർക്ക് പരിക്കേറ്റതും നാം കണ്ടതുമാണ്. ഒരു വിധത്തിലും തകർക്കാനാകില്ലെന്ന് വന്നപ്പോൾ ഡൽഹി കലാപം സൃഷ്ടിച്ചതും നമ്മുടെ മുന്നിലുണ്ട്. ഐതിഹാസിക കർഷക പ്രക്ഷോഭത്തെ തകർക്കുന്നതിനുള്ള ഡൽഹി പോലീസിന്റെ ശ്രമങ്ങൾ കൂട്ടാളികളായും ഈ സമൂഹ വിരുദ്ധ സംഘടനകളായി ഉണ്ടായിരുന്നു. കേന്ദ്ര സർക്കാരിലും സംഘപരിവാർ നയങ്ങൾക്കുമെതിരായി വിവിധ ഘട്ടങ്ങളിൽ ജന്തർ മന്ദറിലും മറ്റിടങ്ങളിലും നടക്കുന്ന സമരങ്ങൾക്കെതിരെ പലപ്പോഴും ഇതുപോലുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നത് പതിവായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണം ബോധപൂർവമാണെന്ന് അനുമാനിക്കാവുന്നതാണ്. ഭരണപരാജയങ്ങൾക്കെതിരായ പൊതുജന രോക്ഷം ശക്തിപ്പെടുന്നത് അക്രമ മാർഗങ്ങളിലൂടെ തടയുന്നതിന് ഭരണകൂട സംവിധാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് BJP നേതൃത്വത്തിലുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കിണഞ്ഞു ശ്രമിക്കുന്നുണ്ട്. അതുകൂടാതെയാണ് ആക്രമിച്ചൊതുക്കാമെന്ന വ്യാമോഹത്തോടെ ഇത്തരം കുറ്റവാളി സംഘടനകളെ അഴിച്ചുവിടുന്നത്. ഇത് സമരം ചെയ്യാനും പ്രതിഷേധിക്കാനും അഭിപ്രായ പ്രകടനത്തിനുമുള്ള ജനാധിപത്യപരമായ അവകാശങ്ങളെ ഹനിക്കുന്നതാണ്. അഭിപ്രായ സ്വാതന്ത്ര്യം, പ്രതിഷേധിക്കാനുള്ള അവകാശം എന്നീ സൂചികകളിൽ ഇന്ത്യ പിറകോട്ടാണെന്ന ആഗോള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അത് നിരാകരിക്കുന്നവരാണ് കേന്ദ്ര ഭരണാധികാരികളും BJP ഉൾപ്പെടെയുള്ള സംഘടനകളും. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇത്തരം നിഷ്ഠൂരമായ ആക്രമണങ്ങൾ എന്നതിനാൽ തങ്ങളുടെ ആത്മാർത്ഥത തെളിയിക്കുന്നതിനെങ്കിലും ഇത്തരം കുറ്റവാളികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ തയ്യാറാകണം.